الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ആ വസിയ്യത്ത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ആകാശത്തിൻ്റെ ഒരു കോണിൽ ഒരു പുതിയ ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുമ്പോൾ ലോക ജനസംഖ്യയുടെ 1/5 നോമ്പ് നോറ്റ് അവരുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെയും ആകെക്കൂടി മാറിമറിയുന്ന ഒരു വലിയ പ്രതിഭാസം. ആ പ്രതിഭാസം വരുന്ന നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെ നോമ്പിലായിരിക്കും നമ്മളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രതിഭാസത്തിന് നമ്മൾ സാക്ഷികളാകുമ്പോൾ നമ്മൾ ആരെങ്കിലും ആ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ അത് ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പം വല്ലാത്തൊരു അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. അങ്ങനെ അത്ഭുതകരമായ പ്രതിഭാസമാണ് എന്ന് പറയാൻ കാരണം 1400 വർഷങ്ങൾക്കപ്പുറം പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വചനം അവതരിപ്പിച്ചതോടുകൂടി തുടർന്നു വരുന്ന ഒരു പ്രതിഭാസമാണല്ലോ അത്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് ഇന്നോളം ലോക ജനസംഖ്യയിലെ ഇന്ന് വരുന്ന ലോക ജനസംഖ്യയിൽ 5% പറഞ്ഞല്ലോ. ആ 5% നല്ല 1% സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഒരൊറ്റ ആയത്തിൽ പ്രചോദിതരായിക്കൊണ്ടാണ് ഈ ഒരു വലിയ മാറ്റത്തിന് അവർ ഹേതുവാകുന്നത്. ആ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി കേൾക്കാനിരിക്കുന്ന ഒരു ആയത്താണ്. അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്കിതാ നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുൻഗാമികളായവർക്കും നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് നിങ്ങൾക്കും നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതോടുകൂടി നിർബന്ധമാക്കപ്പെട്ട റമളാൻ മാസം, റമളാനിലെ നോമ്പ്, അത് ഇന്നും തുടർന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ.
1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു ഭൗതിക ലോകത്തെ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി ഇങ്ങനെ എന്തെങ്കിലും ഒരു നിയമം മനുഷ്യർക്കിടയിൽ അവതരിപ്പിക്കുകയോ അവർക്ക് മുൻപിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്ര കാലം 1400 കൊല്ലക്കാലമൊക്കെ അങ്ങനെ ഒരു നിയമത്തിന്റെ തണലിൽ ജീവിക്കുക എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ. അതൊരു ഭരണാധികാരിക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഏതെങ്കിലും കുറെ ആളുകൾക്ക് സാധിക്കുന്ന ഒന്നിനപ്പുറം, ഒരു നിയമം നടപ്പാക്കുന്നതിനപ്പുറം സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം പറഞ്ഞപ്പോൾ ആ നിയമത്തെ ഏറ്റെടുക്കുന്ന, അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ സന്നദ്ധരാകുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹം ഇവിടെ അന്ന് മുതൽ ഇന്നോളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അതിനും ഒരൊറ്റ ചന്ദ്രക്കല മാത്രം മതി അവർക്കൊരു അടയാളമായി കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ. അതോടുകൂടി ആ ലോകമാറ്റം തുടങ്ങുകയാണ്. അവരുടെ ജീവിതമാകെ മാറിമറിയുകയാണ്. ഇന്നോളം തുടർന്നു പോരുന്ന അല്ലെങ്കിൽ 11 മാസക്കാലം തുടർന്നു വരുന്ന ഒരു ജീവിത ശൈലിയെ അവർ ആകെക്കൂടി മാറ്റിപ്പണിയുകയാണ്. ഈ ഒരു പ്രതിഭാസത്തിന് നമ്മൾ കാതോർക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, ഈ സമയത്ത് ആലോചിക്കേണ്ട കുറെ കാര്യങ്ങൾ, 2 ആഴ്ചകളിലായിക്കൊണ്ട് പറഞ്ഞു പോരുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളെ കുറച്ചുകൂടി നമ്മളൊന്ന് അടുക്കുകയാണ്, ഈ മാസത്തൊന്ന് അടുക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യാണ് നമുക്ക്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് റമദാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പ് പൂർണ്ണമായും അനുഷ്ഠിക്കാനുള്ള ആ ഒരു അനുഗ്രഹത്തെ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. ആ ഒരു പ്രാർത്ഥനയിലാണ് സത്യവിശ്വാസികൾ ഉള്ളത്. റമദാനിനെ ആ അവസരത്തിൽ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സ്വാഗതം ചെയ്യാൻ കാതോർക്കുമ്പോൾ, നമ്മൾ ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ മാസത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന ഓർമ്മകൾ, ഷഹ്റുർ റഹ്മാത്തി വൽ ബറകാത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ബർക്കത്തും നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസം. ഷഹ്റുൻ തക്ഫീറുദ് ദുനൂബി വസ്സയ്യിആത്ത്, അള്ളാഹു നൽകുന്ന ഈ മാസം നമ്മുടെ പാപക്കറകളെ മായ്ച്ചു കളയാൻ സാധിക്കുന്ന, തിന്മകളെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള വല്ലാത്ത ഒരു അനുഭൂതിദായകമായ മാസം. ആരാണ് തെറ്റ് ചെയ്യാത്തവർ? ആ തെറ്റ് ചെയ്യാത്തവർക്ക് അള്ളാഹുവിന്റെ മാപ്പ് വേണ്ടി വരില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, അള്ളാഹുവിന്റെ മാപ്പിന് അർഹരാകേണ്ടവരാണ്. ഇതാ ഒരു അവസരം നമുക്ക് കിട്ടുന്നു. തക്ഫീറുദ് ദുനൂബി വസ്സയ്യിആത്ത്. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും, നമ്മുടെ ദുഷിപ്പുകൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആ മാസത്തിൽ അത് നേടിയെടുക്കാനുള്ള വല്ലാത്ത ഒരു അവസരം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രയോഗങ്ങളാണ് അതൊക്കെ. ഷഹ്റു സിയാം, നോമ്പിന്റെ മാസമാണത്. ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണത്. ഷഹ്റുൽ ജൂദി വൽ ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നുള്ളത് മനുഷ്യ മനസ്സുകളിൽ അതിനുള്ള സ്ഥാനം എത്ര വലുതാണ്. അത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് വല്ലാതെ വമിഞ്ഞൊഴുകുന്ന ഒരു മാസം. നമ്മുടെ അടുക്കൽ നിന്ന് ഔദാര്യത്തിന്റെ, ഉദാരതയുടെ മനസ്സ് പുറത്തേക്ക് വരുന്ന ഒരു മാസം. അതാണ് റമദാനിലേക്ക് നമ്മൾ കാതോർക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഷഹ്റുൽ ഇബാദത്തി വത്വാഅത്തി വൽ ഇത്ഖി മിനൻ നീറാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നീറാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പേടി, ഭയപ്പാട് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അല്ലാഹു മോചനം നൽകും അതിൽ നിന്ന്. ആ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മാസം. റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ലൈലയിലും ഓരോ രാത്രിയിലും അല്ലാഹുവിന്റെ അടിമകളെ ഇത്ഖി മിനൻ നീറാനിന് ഇങ്ങനെ വിധേയമാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഹദീസാണ്, ഹദീസിന്റെ ആശയമാണ്. നമുക്കറിയാം, അത് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. റബ്ബിന്റെ വിധേയത്വം, റബ്ബിനുള്ള വിധേയത്വം നമ്മൾ പ്രകടിപ്പിക്കുന്നു, റബ്ബിനുള്ള വിധേയത്വം നമ്മൾ പ്രകടിപ്പിക്കുന്നു, റബ്ബിനെ ഇബാദത്തിൽ മുഴുകാൻ നമ്മൾ സന്നദ്ധരാകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളാൽ സമ്പുഷ്ടമായ ഒരു മാസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നേരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇതിനെ സ്വാഗതം ചെയ്യാൻ, ഇതിനെ കാത്തിരിക്കുന്ന ഈ ഒരു സമയത്ത്, റമദാൻ വന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ കാതുറുക്കുന്ന, മനസ്സതിന് പാകപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ട രീതിയിൽ ഈമാനും ഇഹ്തിസാബോടും കൂടി അതിനെ സ്വാഗതം ചെയ്യാൻ, അത് ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ? അതല്ല, ഈ ഒരു മാസം വരുമ്പോഴേക്കും ഇനിയൊരു മാസം എന്നുള്ള നിലക്കുള്ള ഒരു ചിന്ത എന്നുള്ളതാണോ ഉള്ളത്? സത്യത്തിൽ സത്യവിശ്വാസികളായ നമുക്കൊക്കെയും എന്തായാലും ഉണ്ടാവുക,
അത് ഒരു പ്രയാസത്തോടു കൂടിയൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഭൗതിക നോക്കുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പ്രയാസങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിലും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ആ പ്രയാസങ്ങൾക്കപ്പുറം നമുക്കൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, സന്തോഷത്തിന്റെ സന്ദർഭങ്ങളെയാണ് നമ്മൾ കാതോർക്കുന്നത്. കാരണം നമ്മളിൽ ഈമാനുണ്ട്, നമ്മൾ ഇഹ്തിസാബോടു കൂടിയാണ് ഇതിനെ പ്രതീക്ഷിക്കുന്നത്. ആ ഇഹ്തിസാബും ഈമാനും നിറച്ചു വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ നോമ്പിലേക്ക്, നോമ്പിന്റെ ഓരോ ദിവസങ്ങളും ഓരോ രാത്രികളും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അങ്ങനെ ഈമാനും ഇഹ്തിസാബോടും കൂടി ഇതിനെ വരവേൽക്കുന്ന, ഇതിൽ ഏറ്റെടുക്കുന്ന ഓരോ ദിവസങ്ങളും അങ്ങനെ തന്നെ ആക്കി തീർക്കുന്നവർക്കാണ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ അടുക്കൽ നിന്ന് മുൻപേ വന്നുപോയ പാപങ്ങൾക്കൊക്കെയും മാപ്പ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നമ്മളാകെ പരിവർത്തിപ്പിക്കണം. നമ്മളെ പരിവർത്തിപ്പിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടണമെങ്കിൽ കിട്ടിയോ എന്നുള്ള തരത്തിൽ, കിട്ടണം എന്നുള്ള തരത്തിൽ നമ്മളെ തന്നെ മാറ്റിപ്പണിയേണ്ട പല ഘടകങ്ങളുണ്ടാകും. ഇപ്പൊ നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ സാധിക്കുന്ന വല്ലാത്ത ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ വിഷയകമായി റമളാനുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോ റമളാൻ വരുമ്പോൾ എന്റെ വ്യക്തിത്വത്തെ എനിക്ക് മാറ്റിപ്പണിയണം, എന്റെ സ്വഭാവത്തെ എനിക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം, എന്റെ പോരായ്മകളെ എനിക്ക് നികത്തണം, തിരുത്തണം. ഇതിനൊക്കെ പറ്റുന്ന ഒരു വല്ലാത്ത എനർജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, എന്താ പറഞ്ഞത്? അസ്വിയാമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയാണ്. നമ്മളിലേക്ക് വരാനിരിക്കുന്ന വേണ്ടാദീനങ്ങളെ മുഴുവനും, വേണ്ടാത്തരങ്ങളെ മുഴുവനും തടഞ്ഞു വെക്കാൻ സാധിക്കുന്ന ഒരു പരിച. ഒരുപാട് ആശയതലങ്ങൾ വിശദീകരിക്കേണ്ടതാണ്, ഇൻഷാ അല്ലാഹ് വരും. ഇരിക്കട്ടെ, നോമ്പൊരു പരിചയാണ്. നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ പോകുന്നത്, നമ്മുടെ വേണ്ടാത്തരങ്ങളെ നമുക്ക് തടഞ്ഞു വെക്കാൻ പോകുന്നത്, എന്നിട്ട് നമ്മുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും നന്നാക്കിയെടുക്കാൻ തക്കതായ ഊർജം നമുക്ക് നൽകുന്നത്. കൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വലാ യർഫസ് വലാ യജ്ഹൽ, നമ്മൾ ജഹാലത്ത് കാണിക്കൂല, നോമ്പായി കഴിഞ്ഞ കാണിക്കാൻ പാടില്ലെന്ന്. വലാ യർഫസ്, റഫസ് പാടില്ല, അനാവശ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഒരു അനാവശ്യങ്ങളും വേണ്ട. എന്തുമായി ബന്ധപ്പെട്ട വേണ്ടത്തരങ്ങളും അനാവശ്യങ്ങളും നമുക്ക് വേണ്ട. അനാവശ്യങ്ങൾ, തോന്നിവാസങ്ങൾ മാത്രമല്ല, അനാവശ്യങ്ങൾ തന്നെയും വേണ്ട. അതേപോലെ തന്നെ ജഹാലത്ത്, വിവരക്കേട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആകൂല എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നോമ്പ് നമ്മളെ മാറ്റിപ്പണിയുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് സ്വഭാവ രൂപീകരണത്തിന്റെയും വ്യക്തിത്വ വികാസത്തിന്റെയും അർത്ഥതലങ്ങളിലേക്ക് നോമ്പ് നമ്മളെ എത്തിക്കും എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രത്തോളം പറഞ്ഞു തന്നു, പരിചയമായി മാറേണ്ടത്. ആരെങ്കിലും നമ്മുടെ നേർക്ക് വന്നാൽ, എങ്ങനെ? വേണ്ടാത്തരങ്ങളുമായി വന്നാൽ, നമ്മളെ നശിപ്പിക്കുന്ന രീതി, നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളവിടെ പാകപ്പെട്ട മനസ്സോടുകൂടി, ഈമാൻ നിറച്ച മനസ്സോടുകൂടി പറയും, ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാ, എനിക്കാകില്ല, എനിക്കത് പറ്റില്ലെന്ന് പറയാനും നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കാനും സാധിക്കുന്ന ആയുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് നോമ്പിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മളെ മാനസികമായും സ്വഭാവരംഗത്തും നമ്മളെ നോമ്പ് ആക്കി തീർക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് പ്രയാസം വേണ്ട, നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പ്രയാസമൊന്നുമില്ല, നമുക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ട് താനും. നോക്കൂ, ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ സ്വാധീനിക്കാൻ ശക്തി തരുന്ന ഒരു ഹദീസിന്റെ ഭാഗം കൂടി കേൾപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിലൊന്ന്, നമ്മൾ ഏതൊരു കാലത്തിലും ഓർക്കേണ്ട ഒരു ഹദീസാണത്. നോമ്പ് വരുമ്പോൾ ഒരു പ്രത്യേക ആലോചനക്ക് വിധേയമാക്കുന്നു എന്ന് മാത്രം. നോമ്പ് വരുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത് ഇതൊരവസരമാണ്, ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് ചിന്തിക്കാനാവുക. അത് നമ്മുടെ ഒരു തികഞ്ഞ ചിന്തയായിക്കൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഹദീസ് വെക്കുക, നിനക്ക് ഉദ്ദേശിക്കുന്നിടത്തോളം, അള്ളാഹു നിന്റെ കാര്യത്തിൽ തീരുമാനിച്ച ആ കാലഘട്ടം നിനക്ക് ഉദ്ദേശിക്കുന്നിടത്തോളം ജീവിക്കാം. പക്ഷേ ഒന്നുണ്ട്, നീ മയ്യിത്താവാനുള്ളതാണ്.
നീ മരിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് എപ്പോ വരും എന്ന് നമുക്ക് നിശ്ചയിക്കാനോ നിർണയിക്കാനോ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഇബാദത്ത് വരുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പും ഇല്ലാത്തവണ്ണം ഒരു ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാം. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഈമാനും ഇഹ്തിസാബും നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് നോമ്പിനെ സ്വാഗതം ചെയ്യാനും നോമ്പ് അനുഷ്ഠിക്കാനും സാധിക്കും. അതിന് തക്കതായ ഒരു പ്രൊജക്ട് നമ്മൾ വ്യക്തിപരമായും നമ്മൾ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്നും ഈ റമളാൻ നമ്മുടേത് എങ്ങനെയാവണം. അതിപ്പോ ഒരു ഖുതുബയിൽ മാത്രം പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. പക്ഷെ നമുക്ക് ഒന്നിച്ചിരിക്കാം. നമ്മൾ നമ്മുടെ വീട്ടുകളിൽ റമളാൻ വരുന്നതിന്റെ ഇനിയുള്ള ദിവസങ്ങൾ ഇരിക്കുക. ഈ റമളാൻ നമുക്ക് എന്താവണം എന്നിട്ട് നമ്മളൊരു പ്രൊജക്ട് തയ്യാറാക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് എന്തായിരിക്കണം, പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ ഇല്ലാത്തത് എന്തൊക്കെ നേടിയെടുക്കണം, വായനയുടെ രംഗത്ത് എന്തൊക്കെ നേടിയെടുക്കണം, എത്രത്തോളം മുന്നോട്ട് പോകണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നോമ്പ് മാത്രം പോരാ. അഥവാ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അന്നപാനീയ ചിന്തകളിൽ നിന്ന് മാത്രം വിട്ടുന്നാൽ പോരാ. ഈ മാസത്തിന്റെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത രീതി എത്രത്തോളം നമുക്ക് കഴിയും, അവരവർക്ക് കഴിയുന്ന ഒരു പ്രൊജക്ട് നമുക്ക് നിർണയിക്കാം, തയ്യാറാക്കാം. അത് കുടുംബപരമായ ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം. നമ്മളും നമ്മുടെ മക്കളും ഇണകളും ഒന്നിച്ചിരുന്ന് അങ്ങനെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കണം. കാരണം നമ്മുടെ മുൻപിൽ ഈ ഹദീസ് നമുക്കതിന് പ്രചോദിപ്പിക്കണം. അടുത്ത റമളാൻ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊന്ന് വഅഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖഹുൻ. വേറെ റിപ്പോർട്ടിൽ വഅഹ്ബിബ് മൻ ശിഅത എന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ നീ ആരെയൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടോ. നിനക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും, കുടുംബങ്ങളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, ഉപ്പുണ്ടാകും, ഉമ്മ ഉണ്ടാകും, മക്കളുണ്ടാകും, ഇണകലുണ്ടാകും, തുണകലുണ്ടാകും, പലരും ഉണ്ടാകും. അവരെയൊക്കെ ഇഷ്ടപ്പെട്ടോ. പക്ഷെ ഒന്നോർക്കണം, ഫഇന്നക മുഫാരിഖുഹു, അവരെയൊക്കെ ആ ഇഷ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണോ അവരെയൊക്കെ അല്ലെങ്കിൽ അതിനെയൊക്കെ നീ വേർപെട്ട് വെടിഞ്ഞ് നീ ഒറ്റക്കായി പോകേണ്ട ഒരു കാലം വരാനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ, എന്റെ കുടുംബം, നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു ഏകാംഗ വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെടേണ്ട, ജോലി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആർക്ക് വേണ്ടിയാ? നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ ആശ്രിതർക്ക് വേണ്ടി, ബന്ധപ്പെട്ടവർക്ക് വേണ്ടി, നാടിന് വേണ്ടി ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. ഈ അധ്വാനത്തിനിടയിൽ നമുക്ക് എന്തുണ്ട്? ഇവരെയൊക്കെ വേർപെട്ട്, ഈ ദുനിയാവിനെ വേർപെട്ട്, മക്കളെ വേർപെട്ട്, എല്ലാം വിച്ഛേദിച്ച് നമ്മൾ, ബന്ധങ്ങൾ വിച്ഛേദിച്ച് നമ്മൾ ഇവിടെ നിന്നൊരു പോക്കുണ്ട്. ആ പോക്ക് പോകുമ്പോൾ അവിടേക്ക് എന്തുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് റമളാനിൽ, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എനിക്ക് വേണ്ടി ചെയ്തു വെക്കാൻ ഈ റമളാനിൽ എന്തുണ്ടാകണം, നമ്മൾ അത് ചിന്തിക്കണം. അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ കൂടെ ചേർക്കണം. കൂടെ ചേർക്കുകയും അതോടൊപ്പം എനിക്ക് വേണ്ടി മാത്രം റബ്ബിന്റെ അടുക്കൽ എന്തുണ്ട്, എന്തുണ്ടാകണം എന്ന് ചിന്തിക്കാൻ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വത്തഖൂ യൗമ, ഒരു ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മയും ശ്രദ്ധയും നിങ്ങൾക്കുണ്ടാകണം, നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു ദിവസമായിരിക്കും അത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തരും എന്താണോ അവനവന് വേണ്ടി അധ്വാനിച്ചത് അതായിരിക്കും, അതിന്റെ പ്രതിഫലമായിരിക്കും പൂർത്തിയാക്കി നൽകപ്പെടുക. നമുക്ക് വേണ്ടി അധ്വാനിച്ചത് എന്ന് പറയാൻ ഉണ്ടാകണം. അത് റമളാനിൽ നമുക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു കരുത്ത്, ഈമാനിക കരുത്ത് നമ്മുടെ കൂടെയുണ്ട്. ആ കരുത്തിനെ നമ്മളൊന്ന് പ്രകാശിപ്പിക്കണം, നമ്മളൊന്ന് ഏറ്റെടുത്ത് ആ വിഷയത്തിൽ മുന്നോട്ട് പോകണം. വഹും ലാ യുദ്ലമുൻ, അല്ലാഹു നമ്മൾ ചെയ്താൽ ഒരിക്കലും അല്ലാഹു നമ്മൾ അനീതി കാണിക്കൂല. ചെയ്താൽ അല്ലാഹു അത് സ്വീകരിച്ചിരിക്കും. പക്ഷേ ചെയ്യുന്നതിന്റെ മനസ്സ് നന്നാക്കിയാൽ മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റമളാനിനെ ഏറ്റെടുക്കാനും റമളാനിൽ ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു കാര്യം കൂടി ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രയോഗം ഇങ്ങനെയാണ്, വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയുൻ ബിഹി.
നീ പ്രവർത്തന രംഗത്ത് മുന്നേറിക്കു. വഅമൽ മാ ശിഅത, എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്തു എന്ന്. കാരണം നിനക്ക് പ്രതിഫലം ഉറപ്പാ. ഫഇന്നക മജ്സിയുൻ, നിനക്ക് പ്രതിഫലം കിട്ടിയിരിക്കും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പുലർന്നു കാണാൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. നമ്മൾക്ക് ഒറ്റ ശ്രദ്ധ ഉണ്ടായാൽ മതി, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള നിയ്യത്ത് നന്നാക്കുക എന്ന ഒന്നുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ പരിമിതപ്പെടുത്തുക. അത് പരിമിതപ്പെടുത്തൽ തന്നെയാണ്, റബ്ബിലേക്ക് മാത്രം എന്നുള്ളത്. ചിന്തയെ പരിമിതപ്പെടുത്തുക, പക്ഷെ അതിന്റെ ലക്ഷ്യം വിശാലമായിരിക്കും. അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾക്കൊരു പ്രൊജക്ട് റമദാനിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും ഒരു മിമ്പറിൽ വെച്ചുകൊണ്ട് പറയാൻ കഴിയുന്നതല്ലത്. കാരണം അവരവരുടെ സാധ്യതകൾ പല രൂപത്തിലായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊക്കെയും നമ്മുടെ വീടുകളിൽ അടുത്ത ബുധനാഴ്ചക്കോ അല്ല ചൊവ്വാഴ്ചക്കു മുൻപ് നമ്മളെല്ലാവരും ഒന്ന് കൂടിയിരുന്ന് കുറച്ചു നേരം ഒരു കുടുംബയോഗ ആയിക്കോട്ടെ, ഈ റമദാൻ നമുക്ക് എങ്ങനെയാവണം, എത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്നിട്ട് അത് കൃത്യമായി രേഖപ്പെടുത്തുക. ആ രേഖപ്പെടുത്തിയത് നമ്മൾ അത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ അത്രമേൽ ഊഷ്മളമാവട്ടെ, അതുമുഖേന ആ ഒരു ഇരുത്തം മുഖേന ഊഷ്മളമാവട്ടെ. എന്നിട്ട് ഒന്നിച്ചൊരു റമദാൻ എന്നുള്ള നിലക്ക് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. റബ്ബിന്റെ അടുക്കൽ നിന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ എനർജിയും നമുക്ക് നൽകുന്ന രീതിയിൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് അധ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലും നമുക്കതിന് സജ്ജരാകാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം, പൈശാചികതകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകുമെന്നാണ്. അതുകൊണ്ടാണല്ലോ സുഫിദത്തി ശയാത്തീൻ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. പിശാചുക്കളെ ചങ്ങലക്കൂടും, വെറുതെ ഇടുവല്ലോ, പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി തരും. പൈശാചികതകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തക്കതായ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. മാത്രമല്ല, നരകവാതിലുകൾ നമുക്ക് വേണ്ടി ഒരിക്കലും തുറക്കപ്പെടാതെ അത് അടക്കപ്പെടുന്ന രീതിയിൽ ഒരു അനുഗ്രഹം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സ്വർഗവാതിലുകളാകട്ടെ പൂർണ്ണമായും തുറക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് ഒന്നും അനുഭവിക്കാതിരിക്കാൻ തക്കതായ എനർജി റമദാൻ മുഖേന കിട്ടുമെന്നും സ്വർഗത്തിലേക്ക് എത്താൻ തക്കതായ രീതിയിൽ ഇതിന്റെ വാതിലുകൾ പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയും റബ്ബിന്റെ അടുക്കൽ നിന്ന് ആ തൗഫീഖ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ചിന്തകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് റമദാനിന് വേണ്ടി കാതോർക്കാം, റമദാനിനെ സ്വാഗതം ചെയ്യാം. അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനും അനുഗ്രഹദാതാവും ആയുസ്സും ആരോഗ്യവും നൽകുന്നവനുമായ റബ്ബേ, ഈ റമദാനിൽ ഞങ്ങൾക്ക് ആയുരാരോഗ്യ സൗഭാഗ്യം നൽകി റമദാനിനെ പൂർണ്ണമായിട്ടും അനുഭവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കൊക്കെയും നീ മാപ്പ് നൽകണമേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻപേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും, ഞങ്ങൾക്ക് മുൻപേ വിട പറഞ്ഞവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അടുക്കൽ ഞങ്ങളെപ്പോൾ നിന്നിലേക്ക് യാത്രയാകുമ്പോഴും നിന്റെ അടുക്കൽ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കി തരികയും ബർസഖി ലോകത്ത് സന്തോഷം പ്രദാനം ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.